സൗദി അറേബ്യയിലെ ദമാം ആസ്ഥാനമായ നവോദയയുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഓഗസ്റ്റ് 2-ന് സമ്മാനിക്കും. പാലക്കാട് സ്വദേശി എസ് ഷാബുമോനാണ് കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് അർഹമായത്. ഒറ്റപ്പാലത്ത് നടക്കുന്ന ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദമാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നവോദയ എന്ന സാംസ്കാരിക സംഘടന കഴിഞ്ഞ 4 വർഷമായി വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവും കേരളത്തിൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന സഖാവ് കോടിയേരിയുടെ പേരിലുള്ള സമഗ്ര സംഭാവന അവാർഡ് ഇത്തവണ 4ാമത്തെ അവാർഡ് ദാനമാണ്. കാർഷിക മേഖലയെ രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തവണ ആ മേഖലയിൽ നിന്ന് വ്യക്തികളെ, അതുപോലെ തന്നെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മേഖലകളിലുള്ള സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നവോദയ പൊതുവെ വലിയ രൂപത്തിലുള്ള ഇടപെടലുകളാണ് ചാരിറ്റി പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. ഒറ്റപ്പാലം പിഷാരടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ മുൻ മന്ത്രി എം പി രാജേഷ് അവാർഡ് ദാനം നിർവഹിക്കും. CPM PB അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ ബിജു കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ EN സുരേഷ് ബാബു അധ്യക്ഷനാവും. മുൻ ധനമന്ത്രി തോമസ് ഐസക്, MLA P മമ്മിക്കുട്ടി, സജീവ് തൈക്കാട്, കൃഷ്ണദാസ്, മൂസ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിക്കും. കണ്ണൂർ പ്രവാസി തളിർ കൃഷിക്കൂട്ടം, പിണറായി ഗ്രാമപഞ്ചായത്ത്, ആലപ്പുഴ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് നിറ പദ്ധതി എന്നിവർക്കും കാർഷിക രംഗത്തെ സംഭാവനയ്ക്ക് പുരസ്കാരം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത്തവണ കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയെ മുൻനിർത്തി ഷാബു മോൻ, അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. പാലക്കാട്ടുകാരനാണ്. കൂടാതെ ഈ രംഗത്ത് തന്നെ പ്രത്യേക പുരസ്കാരം യഥാക്രമം തളിർ കൃഷിക്കൂട്ടം, പിണറായി ഗ്രാമപഞ്ചായത്ത് എന്ന കാർഷിക കൂട്ടായ്മയ്ക്കും, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ, നിറ സമഗ്ര കാർഷിക വികസന പദ്ധതി പാലക്കാട് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അർഹരായിട്ടുണ്ട്. ഇതിൻ്റെ അവാർഡ് ദാനം ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ഒറ്റപ്പാലത്ത് വെച്ച് നിർവഹിക്കുന്നത്. കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ബിജു കൃഷ്ണനാണ് ഈ അവാർഡ് ദാനം നിർവഹിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ EN സുരേഷ് ബാബു, കൺവീനർ മോഹൻ വെള്ളിനേഴി, രഞ്ജിത്ത് വടകര, ഷാഹിദ ഷാനവാസ്, TN ഷബീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.